നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മതിലകത്ത് ചികിത്സയിലിരിക്കെ 4.5 വയസ്സുകാരി മരിച്ചു. ചികിത്സാ പിഴവെന്നാരോപിച്ച് ബന്ധുക്കളും നാട്ടുകാരും ആശുപത്രിക്ക് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ദേശീയപാത 17 മതിലകം പുതിയകാവിൽ ഇന്നോവ കാറും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ 4 പേർക്ക് പരിക്കേറ്റു. എടത്തിരുത്തി പരിശുദ്ധ കർമ്മലനാഥ ദേവാലയത്തിൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. വിശദമായ വാർത്തകളിലേക്ക്. മതിലകത്ത് ചികിത്സയിലിരിക്കെ 4.5 വയസ്സുകാരി മരിച്ചു. ചികിത്സാ പിഴവെന്നാരോപിച്ച് ബന്ധുക്കളും നാട്ടുകാരും ആശുപത്രിക്ക് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പെരിഞ്ഞനം പൊന്മാനിക്കുടം സ്വദേശി കാര്യത്ത് സജീവിന്റെ മകൾ ഗൗരി കൃഷ്ണയാണ് മരിച്ചത്. പനിയും ഛർദിയും പിടിപെട്ട കുട്ടിയെ ഇന്നലെ വൈകിട്ട് 3 മണിയോടെയാണ് മതിലകം റിലീഫ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ സമയത്ത് ഡോക്ടർമാരാരും ഡ്യൂട്ടിയിലുണ്ടായിരുന്നില്ല. തുടർന്ന് ആശുപത്രി അധികൃതർ കുട്ടിക്ക് ഡ്രിപ്പ് നൽകുകയായിരുന്നു. ഇന്ന് രാവിലെ 6 മണിയോടെ കുട്ടിക്ക് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് അത്യാഹിത വിഭാഗത്തിൽ വിവരമറിയിച്ചെങ്കിലും ഡോക്ടർ എത്തി പരിശോധിക്കാൻ തയ്യാറായില്ലെന്നും കുട്ടിയുടെ പിതാവ് പറഞ്ഞു. പിന്നെ ഇന്നലെ 3 മണിയപ്പോൾ ഛർദിച്ചപ്പോൾ ഇവിടെ കൊണ്ടുവന്നു. ഛർദി വന്നപ്പോൾ വന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തു. 3 മണിക്ക് ട്രിപ്പ് കയറ്റി. 11 മണിയായപ്പോൾ അത് ഊരി. അത് 6 മണി 5:30 6 മണിയോടുകൂടി കയ്യും കാലിട്ടടക്കി ശ്വാസം കിട്ടില്ല. അപ്പോൾ അമ്മ പോയി ഡ്യൂട്ടി ഡോക്ടറെ പോയി വിളിച്ചു. അവിടെ ആരുമില്ല. ഡോക്ടർമാർ 4 പ്രാവശ്യം പോയി വിളിച്ചു, ആരും വന്നില്ല. 6 മണിക്കോട്ട് വിളിക്കണ്ട. എന്നിട്ട് 10 മണിക്കാണ് ഡോക്ടർ വന്ന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് 10:30 ചികിത്സിച്ച ഡോക്ടർ വന്നത്. ഡോക്ടർ വന്നു അവരെ കൈവിട്ട് പോയി. അവർ പറഞ്ഞു കൊണ്ടക്കോളം പറഞ്ഞു വിടുന്നു. പിന്നീട് 10 മണിയോടെ ഡോക്ടർ എത്തി കുട്ടിക്ക് ഇഞ്ചക്ഷൻ നൽകുകയും മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർ നിർദ്ദേശിക്കുകയുമായിരുന്നു. തുടർന്ന് 10:45 കുട്ടി മരണപ്പെടുകയായിരുന്നു. സംഭവം അറിഞ്ഞ് ബന്ധുക്കളും നാട്ടുകാരും ആശുപത്രിക്ക് മുൻപിൽ തടിച്ചുകൂടി. ജില്ലാ പോലീസ് മേധാവി എത്തിയതിനു ശേഷമേ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് മാറ്റാൻ അനുവദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് നാട്ടുകാർ ആശുപത്രിക്ക് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. തുടർന്ന് ഇ.ഡി. ടൈസൺ MLAയും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK അബീദലി, മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EG സുരേന്ദ്രൻ, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത്ത് എന്നിവർ സ്ഥലത്തെത്തി നാട്ടുകാരും ബന്ധുക്കളുമായി സംസാരിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂരിലേക്ക് കൊണ്ടുപോയി. കൊടുങ്ങല്ലൂർ CI ബിജുകുമാർ, മതിലകം SI സിൽവസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ദേശീയപാത 17 മതിലകം പുതിയകാവിൽ ഇന്നോവ കാറും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ 4 പേർക്ക് പരിക്കേറ്റു. കൊല്ലം ഓച്ചിറ സ്വദേശികളായ വലിയ വീട്ടിൽ സിയാദ്, വെളുത്താട്ട് വീട്ടിൽ മുഹമ്മദ് നിസാം, പുളിക്കപ്പടി ഇർഫാൻ, വലിയ പുഴയ്ക്കൽ ഫസൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ എക്സ് പ്രവർത്തകർ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. കോഴിക്കോട് നിന്ന് ഓച്ചിറയിലേക്ക് പോകുകയായിരുന്ന ഇന്നോവ കാറും എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന കണ്ടെയ്നർ ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. മതിലകം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. എടത്തിരുത്തി പരിശുദ്ധ കർമ്മലനാഥ ദേവാലയത്തിൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. വിശുദ്ധ ഏവുപ്രാസ്യമ്മയുടെ ജന്മദേശവും മാമോദിസ ദേവാലയവുമായ പരിശുദ്ധ കർമ്മലനാഥയുടെ ദേവാലയത്തിൽ പരിശുദ്ധ കർമ്മലമാതാവിന്റെയും വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെയും സംയുക്ത തിരുനാളിന് തുടക്കമായി. വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ നാമധേയത്തിലുള്ള ആദ്യ തീർത്ഥാടന കേന്ദ്രമായ ദേവാലയത്തിലെ 74ാമത്തെ ഊട്ടുനേർച്ചയാണ് ആഘോഷിക്കുന്നത്. ശനിയാഴ്ച കർമ്മലമാതാവിന്റെ തിരുനാളിനും പ്രദക്ഷിണത്തിനും തൃശൂർ CMI ദേവമാതാ പ്രവേശ്യയുടെ പ്രൊവിൻഷ്യൽ ഫാദർ വാൾട്ടർ തേലപ്പിള്ളി നേതൃത്വം നൽകി. കർമ്മലനാഥ ആണ്ടുവട്ടത്തിൽ പല പെരുന്നാളുകൾ മാതാവിനുണ്ട് അല്ലേ? ഇനി നമ്മൾ ആഗസ്റ്റ് 15-ാം തീയതി സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്നു. എന്നാൽ കർമ്മലനാഥയുടെ തിരുനാൾ മാതാവ് ജീവിച്ചിരുന്ന കാലത്ത് ബന്ധിക്കിട്ടതായിട്ടോ അല്ലെങ്കിൽ കർമ്മലനാഥയുടെ വേഷമുള്ളതായിട്ടോ നമ്മൾ വായിക്കുന്നില്ല. പക്ഷേ പിന്നീട് മധ്യശതകങ്ങളിൽ സഭയിൽ, കത്തോലിക്കാ സഭയിൽ അധാർമികതയും അനീതിയും അല്ലെങ്കിൽ മൂല്യച്യുതിയും ഒക്കെ ഉണ്ടായപ്പോൾ അമ്മ തന്നെ നേരിട്ട് ഇറങ്ങി വന്ന് ഞായറാഴ്ച രാവിലെ 6:30-നും 8-നും ദിവ്യബലി, തുടർന്ന് 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന എന്നിവ നടക്കും. ഫാദർ മെൽവിൻ പേരേപ്പാടൻ ദിവ്യബലിക്ക് നേതൃത്വം നൽകും. ഫാദർ വിൻസെന്റ് പാറയിൽ വചന സന്ദേശം നൽകും. വൈകിട്ടുള്ള 4 മണി കുർബാനയ്ക്ക് ശേഷം ആഘോഷമായ പ്രദക്ഷിണമുണ്ടായിരിക്കും.
രജിസ്ട്രേഷൻ ഫീസ് നിരക്കുകൾ വർദ്ധിപ്പിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി മതിലകം സബ് രജിസ്ട്രാർ ഓഫീസ് മാർച്ചും ധർണയും നടത്തി. DCC സെക്രട്ടറി CC ബാബുരാജ് ധർണ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് TK നസീർ അധ്യക്ഷത വഹിച്ചു. CS രവീന്ദ്രൻ, അഡ്വക്കേറ്റ് PH മഹേഷ്, PN ബാലകൃഷ്ണൻ, സജയ് വൈനപ്പിള്ളി, PS ഷാഹിർ, സുനിൽ മേനോൻ, ഉമറുൽ ഫാറൂഖ്, ജിസ്മോൻ ഫ്രാൻസിസ്, VA മുഹമ്മദ് അനീസ്, NS സലീമുദ്ദീൻ എന്നിവർ സംസാരിച്ചു. റാഫി മതിലകം, CK നൌഷാദ്, KJ ജോഷി, VD സ്റ്റാൻലി, CA ഷമീർ, MJ മൻസൂർ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് 2016-17 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ നടത്തി. കാർഷിക മേഖലയിൽ ജൈവ കൃഷിക്കും മാലിന്യ സംസ്കരണത്തിനും പാശ്ചാത്തല സൗകര്യം വികസിപ്പിക്കുന്നതിനും ഉതകുന്ന പദ്ധതി നിർദ്ദേശങ്ങളാണ് വാർഷിക പദ്ധതിയിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK അബീദലി വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷീന വിശ്വൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി AV ജോസ് പ്രകാശ് കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ MA വിജയൻ, CK ഗിരിജ, KP പുഷ്പൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KK സച്ചിത്, EG സുരേന്ദ്രൻ, ബൈന പ്രദീപ്, TV സുരേഷ്, EK മല്ലിക, TM ഷാഫി, പ്രസാദിനി മോഹനൻ, പ്ലാൻ കോർഡിനേറ്റർ VS അബ്ദുൽ ഖാദർ എന്നിവർ സംസാരിച്ചു. ഫണ്ട് പരിമിതമാണ്. 50 ലക്ഷം കഴിഞ്ഞ പ്രാവശ്യത്തെ കുറവാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ഗവൺമെന്റാണ് ആ തീരുമാനമെടുത്തത്. പുതിയ ഗവൺമെന്റ് നമ്മളോട് പ്രതീക്ഷ അർപ്പിക്കുകയാണ്. പല മേഖലയിലും നമ്മൾ വെക്കുന്ന മേഖലയിലേക്ക് തന്നെ കൂടുതൽ മറ്റ് കാർഷിക മേഖലയായാലും ഇതൊക്കെ തന്നെ നമ്മൾ വലിയ പ്രതീക്ഷകളോടാണ് കൊണ്ടുവരുന്നത്. നമ്മുടെ പ്രധാന പ്രൊജക്റ്റുകളിൽ കാർഷിക മേഖലയിലെ പ്രൊജക്റ്റുകളിൽ തന്നെ അത് ഈ കൃഷി വ്യാപിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയും. വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ ചന്ദ്രാപ്പനി ഈസ്റ്റിൽ കരനെൽ കൃഷി ആരംഭിച്ചു. പ്രദേശത്തെ LP UP വിദ്യാർത്ഥികളായ മുഹമ്മദ് റിയാൻ, അൽ അമീൻ, ഇജാസ്, റിസ്വാന, ആസിയ നസ്രിൻ, ഫാത്തിമ, സാലിഹ, ഫർസാന, സുമയ്യ, ഫാദിയ, സഹദിയ എന്നിവരാണ് കൃഷി ആരംഭിച്ചത്. താനത്ത് പറമ്പിൽ റഫീഖിന്റെ 10 സെന്റ് സ്ഥലത്താണ് കൃഷിഭവനിൽ നിന്ന് ലഭിച്ച ജ്യോതി വിത്ത് ഉപയോഗിച്ച് കൃഷി തുടങ്ങിയത്. വൈകിട്ട് നടന്ന ചടങ്ങിൽ ചന്ദ്രാപ്പനി ഈസ്റ്റ് മനാറുൽ ഹുദ മസ്ജിദ് ഖത്തീബ് ജാബിർ സക്കാഫി വിത്ത് വിതച്ച് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം AK ജമാൽ, AV ജോൺസൺ, MC തിലകൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇസ്ലാം കൃഷിക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വന്തം കരങ്ങളെ കൊണ്ട് പണിയെടുത്തുണ്ടാക്കിയ ഭക്ഷണം അത് ഏറ്റവും ഉത്തമമായ ഭക്ഷണമാണെന്ന്. ഇനിയൊരിടവേള.